നമസ്കാരം. ഹോം സ്റ്റൈൽ ലൈഫിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഇലക്ട്രിക് വാഹനമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. $331 കിലോമീറ്റർ റേഞ്ചുള്ള നല്ല ബിസിനസ് ക്ലാസ് ഇൻറ്റീരിയറുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് പരിചയപ്പെടുത്തുന്നത്. മോറിസ് ഗാരേജസ് MGയുടെ വിൻസർ. ഈ വണ്ടി പരിചയപ്പെടുത്തുന്നത് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് സംസാരിച്ചുകൊണ്ടാണ്. അപ്പോൾ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ അദ്ദേഹം എടുക്കാനുണ്ടായ കാരണവും എടുത്ത ശേഷമുള്ള അനുഭവങ്ങളുമാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. വളരെ ടെക്നിക്കലി ഹൈ ആയിട്ടുള്ള ഒരു ബ്രീഫിംഗ് ആയിരിക്കില്ല, ഒരു സാധാരണക്കാരൻ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പീരിയൻസുകളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. ഹലോ ഷൻഫീർ ഭായ്. യെസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ MG വിൻസർ എടുത്തിരിക്കുകയാണ്. അതെ അതെ, സന്തോഷം. അപ്പോൾ ഞാൻ ചോദിക്കാൻ പോകുന്നത് എന്തുകൊണ്ട് MG വിൻസർ എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ആക്ച്വലി EV എന്ന് കുറച്ച് നാളായിട്ട് ഇങ്ങനെ മനസ്സിലുണ്ട്. അപ്പോൾ വീട്ടിൽ നമ്മൾ സോളാർ പാനൽ എടുത്തപ്പോൾ തുടങ്ങിയുള്ള പ്ലാനാണ്. അപ്പോൾ 2-3 വണ്ടികൾ ട്രൈ ചെയ്തു. അതിൽ കോമറ്റ് ഉണ്ടല്ലോ, MGയുടെ തന്നെ കോമറ്റ് ട്രൈ ചെയ്യാൻ ട്രയൽ റണ്ണിന് വേണ്ടി ശ്രമിച്ചപ്പോൾ അവിടുത്തെ നമ്മളെ എക്സിക്യൂട്ടീവ് പറഞ്ഞ് നമുക്ക് ഒരു വണ്ടി ഇറങ്ങുന്നുണ്ട്, ലോഞ്ച് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ്. ഓക്കെ, അതിൻ്റെ ഒരു വീഡിയോ പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. ദാറ്റ്സ് മേക്സ് മീ റിയലി ലവ് ടു ദിസ് സ്പെഷ്യൽ കാർ. ആക്ച്വലി കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഐ വിൽ വെയിറ്റ് ഫോർ ഇറ്റ്. അപ്പോൾ എത്ര സമയത്ത് വെയിറ്റിംഗ് പീരീഡ് ആണെന്ന് അവർ പറഞ്ഞത്? അത് ലോഞ്ച് ചെയ്യാൻ തന്നെ ഏകദേശം അന്ന് 1.5 മാസം എടുത്തു. പിന്നീട് നവംബറിലാണ് ലോഞ്ച് ചെയ്തത്, ഒക്ടോബറിൽ. ബുക്കിംഗ് അപ്പോൾ ലോഞ്ചിങ്ങിന് മുമ്പേ ചെയ്തോ അതോ ലോഞ്ച് ചെയ്ത് വണ്ടി കണ്ട ശേഷമാണോ? ലോഞ്ച് ചെയ്യണതിന് മുമ്പ് ബുക്ക് ചെയ്തു. കോൺഫിഡൻസ് ആയിരുന്നു. അതെ, അത് വണ്ടിയുടെ ഒരു എയറോ ഡൈനാമിക് ഡിസൈൻ എന്ന് പറയും. എയറോ ലോഞ്ച് പോലെയാണ്. ഒരു കണ്ടപ്പോൾ തന്നെ ഒരു നമ്മൾ വിമാനത്തിലൊക്കെ ഇരിക്കുന്ന ഒരു ഫീല് കിട്ടുന്നു ഒക്കെയാണ് അതിൻ്റെ പരസ്യത്തിൽ കണ്ടത്. പിന്നെ ഞാൻ കംഫർട്ട് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതർ ദാൻ ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളും അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൻ്റെ കംഫർട്ടാണ്. എസ്പെഷ്യലി എനിക്ക് നല്ല കംഫർട്ടായിട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹമുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചൂസ് ചെയ്തത്. കാരണം നല്ല സ്പേഷ്യസ് ആണ്, ഇൻറ്റീരിയറൊക്കെ പക്കയാണ്, നല്ല കൂളിംഗ് സിസ്റ്റമാണ്. അപ്പോൾ മൊത്തത്തിൽ നല്ല കംഫർട്ടാണ്, നല്ല വെയിറ്റ് ഉണ്ട് വണ്ടിക്ക്. ഓക്കെ, ദാറ്റ്സ് മേക്സ് മീ ലവ് ഫോർ ദിസ്. ഇപ്പോൾ ഒരു ലക്ഷൂറിയസ് ട്രാവൽ ഉദ്ദേശിച്ചിട്ടുള്ള. അതെ അതെ അതെ, ലക്ഷൂറിയസ്. ആക്ച്വലി അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. എൻ്റെ ബഡ്ജറ്റിൽ നിൽക്കുന്ന ഒരു ചെറിയ വണ്ടിയാണ് ആദ്യം ഉദ്ദേശിച്ചത്. ഓക്കെ, ഇപ്പൊ ഏതൊരു എടുക്കുമ്പോഴും ഏകദേശം ഇതിപ്പോ എന്ത് വിലയാണ് വന്നിരിക്കുന്നത്? ഇതിന്റെ ഏത് മോഡലാണിത്? ഇത് ടോപ്പ് വേരിയന്റ് ആണ്. ടോപ്പ് വേരിയന്റ് നമ്മൾ മറ്റുള്ള ഇതിന്റെ കോമ്പറ്റീറ്റേഴ്സിനെ പരിഗണിക്കുമ്പോൾ വെർത്ത് ഫോർ മണി എന്ന് പറയാം. ഓക്കെ, കാരണം 17,30,000 രൂപ ഓൺ റോഡ് കംപ്ലീറ്റ്ലി വന്നുള്ളൂ എനിക്ക്. പക്ഷേ ഇതിൻ്റെ ഒരു കോമ്പറ്റീറ്ററിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് തന്നെ ചിലപ്പോൾ നോക്കുകയാണെങ്കിൽ 21 lakh വരും. ഓക്കെ, EVയിൽ കുറച്ച് ഇപ്പോൾ കുറച്ച് തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ MG. ഇപ്പോൾ 3 മാസമായിട്ട് അവർ നമ്പർ 1-ലാണ്. കോമ്പറ്റീറ്റർ ഒന്ന് പുറകിലേക്ക് തള്ളിയിട്ടുണ്ട്. കാരണം ഒരു പ്രൈസിങ് നല്ല ഇതാണ്, പിന്നെ വണ്ടി നല്ല ഫീച്ചേഴ്സാണ്. അതിനൊരു ഇത് പറയണമെങ്കിൽ ഫീച്ചേഴ്സ് ലോഡഡ് എന്ന് പറയാം. ഓക്കെ, നല്ല ഫ്യൂച്ചറിസ്റ്റിക് ആണ് വണ്ടി. MGയുടെ മുൻപത്തെ കോമറ്റ് തന്നെ ഇന്റർനെറ്റ് ഇൻസൈഡ് എന്നല്ലേ പറഞ്ഞത്. അതിനെ കവച്ച് വെക്കുന്ന ഒരു സാധനം തന്നെയാണ് കോമറ്റ്. സത്യത്തിൽ ഒരു സിറ്റി ഡ്രൈവിന് എനിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു, ഞാനത് തന്നെയാണ് ഉദ്ദേശിച്ചത്. നമുക്ക് എവിടെ പോയാലും പാർക്ക് ചെയ്യാം, ഈസി, നല്ല നല്ല മൂവിങ് ഉള്ള വണ്ടിയാണ്. അപ്പൊ അത് ഉദ്ദേശിച്ചാണ് ചെയ്തത്. പക്ഷെ ഈ വണ്ടിയുടെ പരസ്യം കണ്ടപ്പോൾ എനിക്ക് കോമറ്റ് കാണുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു സംശയമാണ്, എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വണ്ടിയല്ലേ എന്ന് എനിക്ക് തോന്നുന്നു. അതിൽ ഇതൊക്കെ ഉള്ളതാണോ? എയർ ബാഗ് കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടല്ലേ? ഇതിലുണ്ട്, അത് നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് വണ്ടിയാണ്, വെയിറ്റ് ഒക്കെ ഉണ്ട്. ഞാനതും ഓടിച്ചാണ്. പക്ഷെ അതിനേക്കാൾ കുറച്ചും കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ലക്ഷൂറിയസ് ഫീലുള്ള, കുറച്ചുകൂടെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഉള്ള, കുറച്ചുകൂടെയും കംഫർട്ടായിട്ടുള്ള, കുറച്ചുകൂടെ റേഞ്ച് കൂടുതൽ കിട്ടുന്ന വണ്ടി. അത് 200 മറ്റേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇത് 331 പറയുന്നുണ്ടെങ്കിലും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 280 275 നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇതനുസരിച്ച് 260 വരെയൊക്കെ പോകും. കാരണം
ഫുൾ ടൈം നല്ല എ സിയും നല്ല സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ച് വരുന്നുള്ളൂ. വരുന്നുള്ളൂ. 300 എനിക്ക് കിട്ടിയിരുന്നു ആദ്യത്തെ സമയം. നമ്മൾ നോക്കി സൂക്ഷിച്ചൊക്കെ കുറച്ച് റേഞ്ച് കിട്ടിയിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ യൂസ്ഡ് ആയപ്പോൾ, നമ്മൾ ഈ വണ്ടീനെ പരിചയപ്പെട്ടു തുടങ്ങിയപ്പോൾ അത് ശ്രദ്ധ കുറച്ചു. അല്ല, നല്ല രീതിയിൽ യൂസ് ചെയ്തു. കാരണം വണ്ടി അങ്ങനെ യൂസ് ചെയ്താലേ ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസ് നമുക്ക് മനസ്സിലാവുള്ളൂ എന്ന് ബോധ്യപ്പെട്ടപ്പോൾ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഏകദേശം എത്ര നാളായി ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു? 1.5 months. 2500 ആയിട്ടുള്ളൂ തോന്നുന്നു. ഓക്കെ. പക്ഷേ അല്ല, ഒരു വണ്ടി മനസ്സിലാക്കാൻ 2500 കിലോമീറ്റർ 1.5 മാസം വളരെ ധാരാളമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പിന്നെ ഇത് എല്ലാം EV ആയതുകൊണ്ടേ നമ്മൾ ഇനി ഭാവിയിലേക്ക് കുറച്ച് പോയി കഴിഞ്ഞാലൊക്കെ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ എങ്കിലും ഇതിനൊക്കെ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടല്ലോ, ഒരു ട്രസ്റ്റ് ഉണ്ട് MGയിലേക്ക്. പിന്നെ ഇവർ ആണ് ഫസ്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല, ലൈഫ് ലോങ് ബാറ്ററി വാറണ്ടി കൊടുക്കുന്നുണ്ട് പറയുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് മറ്റുള്ളവരൊക്കെ 8 വർഷമാണ് കൊടുത്തിരുന്നത്. ഈവൻ കോമറ്റിലും അതായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു EVയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രോബ്ലം ഈ ബാറ്ററി ചേഞ്ചിങ് ആണല്ലോ. അതിൻ്റെ ഒരു പിന്നീടുള്ള മെയിൻ്റനൻസ് കോസ്റ്റിൽ വരുന്ന ഒരു വലിയ പ്രോബ്ലം. അപ്പോൾ അത് ലൈഫ് ലോങ് ഗ്യാരണ്ടി തരുവാണെങ്കിൽ പിന്നെ നമുക്ക് അതും എനിക്ക് കുറച്ചുകൂടെ നല്ലൊരു ഫീച്ചറായിട്ട് തോന്നിയപ്പോഴാണ് ഞാൻ ഇതിലേക്ക് മാറാൻ തീരുമാനിച്ചത്. കാരണം ഇതിന് ഒരു അൺസർട്ടൈനിറ്റി ഉണ്ട് ബാറ്ററിയുടെ വിലയിൽ. അപ്പോൾ അത് പലരെയും ബാക്കിലേക്ക് വലിച്ചിരുന്ന ഒരു സംഗതിയാണ്. അത് ഞാൻ അപ്പോൾ ലൈഫ് ലോങ് വാറണ്ടി എന്ന് പറയുമ്പോൾ ദർ ഈസ് എ ഗ്യാരണ്ടി. അപ്പോൾ ഇനി അതിൻ്റെ ഹിഡൻ ഫീച്ചേഴ്സ് എന്താണെന്ന് നമുക്കറിയില്ല. ബട്ട് അത് നമ്മളതിൽ വിശ്വസിച്ചിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതാണ് മെയിൻ ഘടകം. ഇപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് വെച്ചാൽ ഞാൻ വീക്കെൻഡിൽ വണ്ടി എടുക്കുന്ന ആളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എടപ്പള്ളിയിൽ നിന്നാണ് എനിക്ക് രവിപുരം ആ ഭാഗത്തേക്ക് പോകേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇത് വരുമ്പോൾ ഞാൻ കൂടുതലും ബൈക്കാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം അവിടെ ഞാൻ ഈ ഒരു കാർ എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുൾ ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ എനിക്ക് ഓഫീസ് പർപ്പസ് കാര്യങ്ങൾക്കൊക്കെ ഞാൻ ആ ബൈക്ക് എടുത്തിട്ട് എനിക്ക് ചെറിയ ഷോർട്ട് കട്ട്സിലൂടെ പെട്ടെന്ന് എത്താം. അപ്പോൾ എനിക്ക് വീക്കെൻഡിൽ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചൊരു EV ഒരു ആവശ്യം ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം മന്ത്ലി ഫാമിലി ആയിട്ട് എവിടെയെങ്കിലും പോകുമ്പോഴോ അങ്ങനെയൊക്കെ. താങ്കളെ സംബന്ധിച്ച് എല്ലാ ദിവസവും വണ്ടിയിലാണ് നടക്കില്ല. അല്ല, എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് കൂടി വണ്ടിയിലാണ് ഫുൾ ടൈം. അപ്പോൾ എനിക്ക് വെറുത്താണ്. അത് എക്കണോമിക്കൽ, കാരണം ഡെയിലി അതിന്റെ യൂസ് വരുമ്പോഴാണ് EV പൊതുവെ എക്കണോമിക്കൽ ആവുള്ളൂ. പിന്നെ സോളാർ കൂടി എടുത്തപ്പോൾ നല്ലൊരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയതാണ്. കാരണം ഇപ്പോൾ പെട്രോൾ പമ്പ് കണ്ടിട്ട് കുറച്ചാളായി സത്യത്തില് പെട്രോൾ പമ്പിനോട് ഇപ്പം അലർജി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു ഗുണമുണ്ട്. നമുക്ക് കുറച്ച് മണി സേവ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഭാവിയിൽ ഇതിൻ്റെ മെയിൻ്റനൻസ് എങ്ങനെ വരും എന്നറിയില്ല. ഇതുവരെ അങ്ങനെ മെയിൻ്റനൻസുകളൊന്നുമില്ല. ടയറിനൊക്കെ പറ്റുന്ന വേറെ ടയറിൽ വരുന്ന മെയിൻ്റനൻസ് ഉണ്ടാവുള്ളൂ എന്നാണ് ഇതുവരെയുള്ള അറിയുക. വേറെ ആവശ്യങ്ങളൊന്നും വരുന്നില്ലല്ലോ. പിന്നെ പൊതുവെ കോമ്പോണൻസും കുറവായിരിക്കുമല്ലോ. ലൈക്ക് ഒരു നമ്മുടെ എന്താ എഞ്ചിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന് ഒരുപാട് ആക്സസറീസ് കോമ്പോണൻസ് വരുന്നില്ല. പിന്നെ ഇതിലെല്ലാ ഫീച്ചേഴ്സും തന്നിട്ടുണ്ട്. 1 year ഫ്രീ ചാർജിങ് ആണ്. 1 year ഫ്രീ ചാർജിങ് പല സ്റ്റേഷനുകളിൽ ഫ്രീ ആണ് നമുക്ക്. അപ്പോൾ ആ ഒരു പേയ്മെന്റ് വരുന്നില്ല. പിന്നെ ഒരു വേറൊരു ഓപ്ഷൻ നമുക്ക് അതെങ്ങനെയാണ് അവർ എക്സിക്യൂട്ട് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അത് പ്രൈവറ്റ് ആയിരിക്കില്ല? അതെ, അത് ഇവരായിട്ടുള്ള ടൈപ്സ് ആയിരിക്കും. ഓക്കെ. അത് പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഉണ്ട്. ജിയോ സാവന്റെ അതും ഫ്രീ ആണ്. അത് ജിയോനായിട്ട് ടൈപ്പ് ആയിരിക്കും. അങ്ങനത്തെ നല്ല ഓപ്ഷൻസുകളുണ്ട് നമുക്ക്. ഇതിനകത്ത് നല്ലൊരു സംഗതി തോന്നിയത് ഇതിൻ്റെ സ്പീക്കേഴ്സാണ്. അതുകൊണ്ടാണ് ബേസ് വേരിയൻറ്റിന് പകരം ഞാൻ ടോപ്പ് വേരിയൻ്റ് എടുത്തത്. ബേസിലൊന്നും അതില്ല. സ്പീക്കേഴ്സ് നമ്മളെ ബെൻസ് C-ക്ലാസ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് അത് തന്നെയാണെന്നാണ് എൻ്റെ അറിവ്. മ്യൂസിക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണ്. എനിക്ക് പ്രത്യേകിച്ച് നമുക്ക് അത് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനത് ചൂസ് ചെയ്തു. ഇൻഡിവിജ്വൽ ചോയ്സ് ആണല്ലോ. അത് വലിയ വ്യത്യാസമില്ല. 3 വേരിയൻ്റ് ഉള്ളൂ. 1 lakh വ്യത്യാസമുള്ളൂ 3 വേരിയൻ്റ് തമ്മിൽ. 1 lakh 13.5 ആണെങ്കിൽ മറ്റേത് 14.5, 15.5. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇൻഷുറൻസ് എല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ 17.3 ഇൻഷുറൻസ് ഞാൻ സെപ്പറേറ്റ് എടുത്താണ്. പിന്നെ ഇവര് വേറൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് കസ്റ്റമേഴ്സിന്. ബാറ്ററി വേണമെങ്കിൽ റെന്റൽ ഓപ്ഷൻ. അതുകൊണ്ട് എന്താ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ലക്ഷം രൂപ കുറച്ച് കൊടുത്താൽ മതി. അത് മന്ത്ലി ഒരു പേ ചെയ്യണം. എത്രയായിരിക്കും റെന്റ്? അത് ഡിപ്പെൻസ്. അത് എനിക്ക് അതിൽ കൺഫ്യൂഷൻസ് ഉള്ളതുകൊണ്ട് ഞാനത് ചൂസ് ചെയ്തില്ല.
3 രൂപ വെച്ചോ 3.5 രൂപ വെച്ചിട്ടോ പെർ കിലോമീറ്റർ കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരു ഓപ്ഷൻസ് 2-3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അത് 2-3 ഫിനാൻഷ്യൽ കമ്പനീസ് ഓഫർ ചെയ്യുന്നതാണ് അവരായിട്ടുള്ള ടൈപ്പിൽ. പക്ഷെ അത് എനിക്ക് അത്ര നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്. പിന്നെ മാസം മാസം അടക്കണം. അല്ല, അതിലെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 lakhs നമ്മൾ എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റുമായിട്ടാണ് നമ്മളൊന്ന് മാച്ച് ചെയ്ത് നോക്കേണ്ടത് ഈ സാധനം. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുത്താലാണ് അത് പിന്നെ അതിന്റെ പിന്നെ അതൊരു ബാധ്യതയായിരിക്കും അല്ലെ, എല്ലാ മാസവും നമ്മൾ ഇത് അടച്ചുകൊണ്ട്. അതുകൊണ്ട് തന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിന്റെ ലെതർ കംഫർട്ടാണ്, സീറ്റിംഗ് ബാക്ക് സൈഡൊക്കെ നല്ല സ്പേസ് ആണ്. ബൂട്ട് സ്പേസ് 604 ലിറ്ററോളം ഉണ്ട് ബൂട്ട് സ്പേസ്. അത് ഇതിനെപ്പറ്റി ഒരു 7 സീറ്ററിന്റെ ഒരു എർട്ടിഗയുടെ ഒക്കെ ലെങ്ത് ഉള്ള വണ്ടിയാണ്. ലെങ്ത് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്ച്വലി വേണമെങ്കിൽ ഇവർക്ക് വേണമെങ്കിൽ ഒരു 7 സീറ്റർ ആക്കായിരുന്നു. പക്ഷെ അത് ഒഴിവാക്കിയിട്ട് ഇവര് ആ ബാക്കിലെ സീറ്റൊക്കെ 180 നമുക്ക് ഇത് ചെയ്ത് വേണമെങ്കിൽ കിടന്നുറങ്ങിയൊക്കെ ട്രാവൽ ചെയ്യാവുന്ന. നമുക്ക് സത്യത്തിൽ ഇത് നൈറ്റ് ഡ്രൈവ് ഇല്ല, നൈറ്റ് ഡ്രൈവിൽ എനിക്ക് ഒന്നുകൂടെ ഭംഗിയായിട്ട് തോന്നും, ഒന്നുകൂടെ നല്ല മൂഡായിരിക്കും. രാവിലത്തെക്കാളും നൈറ്റില് നല്ലതാണ്. കാരണം ഇതിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഇലുമിനേഷൻ ലൈറ്റ്സ് ഉണ്ട്. പിന്നെ മൂൺ റൂഫാണ്, നമുക്ക് റൂഫ് തുറക്കാൻ പറ്റും. അപ്പോൾ നൈറ്റിലൊന്ന് ലോങ് ഡ്രൈവ് ഒക്കെ നല്ല ഭംഗിയാണ്. നമ്മുടെ ഹൈവേ ഒക്കെ റെഡി ആയി കഴിഞ്ഞാൽ അതെ അതെ. സത്യത്തിൽ ഇതിന്റെ യാത്ര രസം നല്ല റോഡിലാണ്. ഈ റോഡിലൊന്നും വലിയ സുഖമില്ല. ഞാൻ കേരളത്തിലെ പല റോഡുകളും ആലോചിക്കുമ്പോൾ ഈ ലക്ഷറിയസ് കാർസ് ഒക്കെ ഇവിടെ കിടന്ന് ഓടുന്നുണ്ട്. പക്ഷെ ഏത് റോഡിലാണ് ഇത് ഓടുന്നതെന്ന് ആലോചിക്കുമ്പോൾ എന്റെ പ്രതീക്ഷ ഇപ്പൊ ഈ 6 ലൈൻ ഹൈവേയിലാണ്. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ ദിവസം പാലക്കാട് റൂട്ടിൽ പോയത്. ആ റൂട്ട് നന്നായിരുന്നു. അപ്പൊ ഇതിന്റെ വണ്ടിയുടെ ഒരു കപ്പാസിറ്റി എനിക്ക് മനസ്സിലായി. നമുക്ക് ഇത് ഏകദേശം ഒരു ടോർക്ക് 200 ഇതുണ്ട്. അപ്പോൾ ഇമ്മീഡിയറ്റ് 100ലേക്ക് എത്തുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ല, വെയിറ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം, വണ്ടിക്ക് വെയിറ്റ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇത് സൗണ്ടും ഇല്ലല്ലോ. അപ്പോൾ ഒരു നല്ല കംഫർട്ടായിട്ട് നമ്മൊരു ഫ്ലൈറ്റിൽ പോകുന്ന ഒരു ഫീല് തന്നെ സത്യത്തിലുണ്ട്. ഇനി എങ്ങനെയാണ് മറ്റുള്ളവർക്ക് എനിക്കറിയില്ല. നമുക്ക് ആ ഒരു എയറോഡൈനാമിക്, ഞാൻ ഏവിയേഷനിൽ വർക്ക് ചെയ്തുകൊണ്ട് പറയാണ്. എയറോഡൈനാമിക്കിന്റെ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ മറ്റേ ഇതില്ല, ഡ്രാഗ് ഓപ്പോസ് ചെയ്യില്ലല്ലോ. ആ കാറ്റിങ്ങനെ വന്നിട്ട് ഡിസൈൻ ആണെന്നാണ് അവർ പറയുന്നത്. എയറോ ലോഞ്ച് ഡിസൈൻ എന്നാണ് അവർ പറഞ്ഞത്. അതിന്റെ ടെക്നിക്കൽ വശങ്ങൾ എനിക്കറിയില്ല. പക്ഷെ അതിന്റെ ഉള്ളിലിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ക്ലാസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ എനിക്കൊരു ഡ്രോബാക്ക് തോന്നിയത്, ഇത് ഇപ്പൊ ഒരു വെയിലത്തിട്ട് പോവുകയാണെന്ന് നോക്ക്, കൂടുതൽ ഇത് ചില്ലാണ്, ഗ്ലാസ് ആണ് കൂടുതലും. അപ്പോൾ ചൂടാവും, ഹോട്ടാവുന്നുണ്ട്, നല്ല ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതില് നമ്മള് ആളുകൾ വീട് പണിയുമല്ലോ, ഭയങ്കര ഗ്ലാസ് ഇട്ടൊക്കെ പണിയും സ്റ്റൈലിന് വേണ്ടി. യൂറോപ്യൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് അകത്ത് ചൂടുണ്ട്. പക്ഷെ യാത്രയിൽ ചൂടില്ല. ഇല്ല. ഓക്കെ. എവിടെയെങ്കിലും ഇട്ടിട്ട് നമുക്ക് അത് പിന്നെ നല്ല കൂളിംഗ് സിസ്റ്റം. അപ്പോൾ അതെനിക്കൊരു ഡ്രോബാക്ക്. പക്ഷെ ഇനി അതിന്റെ ഹോട്ട് റെഡ്യൂസ് ചെയ്യാനുള്ള എന്തോ സിസ്റ്റം ഒക്കെ ഉണ്ട്, അത് ചെയ്യണം. അത് ചെയ്താൽ ഒന്നുകൂടെ സുഖമാവും. ഇത് ആ ഒരു ഡ്രോബാക്ക് മാത്രമേ എനിക്ക് തോന്നിയിരുന്നു. അത് വലിയ പ്രശ്നമല്ല, എങ്കിലും നല്ലൊരു ചൂടുണ്ട്. നമുക്കെന്നാ ഒന്ന് ഡ്രൈവ് പോയാൽ തീർച്ചയായും. അപ്പോൾ ഇന്റീരിയറൊക്കെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാം. അപ്പോൾ MG വിൻസർ കാറിൻ്റെ ഇന്റീരിയർ വിശേഷങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിലാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ ഞങ്ങളെ വളർത്തുക. നന്ദി.